ഓക്കെ, ഡൈനാമിക് ഷെഡ്യൂളിംഗ്. ഡൈനാമിക് ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഇവിടെ ന്യൂ ഹാർഡ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ കോഡിനെ ഷെഡ്യൂൾ ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ റീഅറേഞ്ച് ദ എക്സിക്യൂഷൻ ഓർഡർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു റെഡ്യൂസ് ദ സ്റ്റോൾസ്. ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ ഓർഡറിനെയാണ് റീഅറേഞ്ച് ചെയ്യുന്നത്. റീഅറേഞ്ച് ദ എക്സിക്യൂഷൻ order of instructions, execution order of instructions to reduce stalls. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഐ, ദെൻ I+1, I+2 എക്സെട്ര, അങ്ങനെ ഒരു I+n വരെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതിനെ ഞാൻ കമ്പൈൽ ചെയ്യും. നമ്മുടെ സ്റ്റാറ്റിക് ഷെഡ്യൂളിങ്ങിൽ കൊടുക്കുമ്പോഴത്തേക്കിന് എന്താ ചെയ്യുന്നത്, കമ്പൈലർ അതിനെ ഷെഡ്യൂൾ ചെയ്യുന്നു. അപ്പോൾ I+1 ഇൻസ്ട്രക്ഷൻ ഇവിടെ I വരുന്നു, I+2 വന്നിട്ട് ഇവിടെ വന്നു. അതായത് എന്ത് പൊസിഷനിലായിരിക്കും I+2 വന്നത്, I+n വന്നിട്ട് ഫസ്റ്റ് പൊസിഷനിൽ വരും. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തതിന് ശേഷമാണ് റീഅറേഞ്ച് ചെയ്ത് വരുന്ന ഇൻസ്ട്രക്ഷനെ എടുത്തിട്ടാണ് ഹാർഡ്വെയറിലോട്ട് കൊടുക്കുന്നത്. ദിസ് ഈസ് ഗിവൺ ടു ദ ഹാർഡ്വെയർ. ഹാർഡ്വെയറിൽ ചെന്നതിന് ശേഷം അല്ലെങ്കിൽ റൺ ടൈമിൽ ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എക്സിക്യൂഷൻ ഓർഡർ കൊണ്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ റൺ ടൈമിൽ അതിന് അതിന് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഡൈനാമിക് ഷെഡ്യൂളിങ്ങിൽ വരുമ്പോഴത്തേക്കിന് റൺ ടൈമിലാണത് ചേഞ്ച് ചെയ്യുന്നത്. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഓർഡറിനെ ചേഞ്ച് ചെയ്യുന്നത് റൺ ടൈമിലായിരിക്കും. അപ്പോൾ നമ്മുടെ റൺ ടൈം ഡിപ്പെൻഡൻസിയൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡൈനാമിക് ഷെഡ്യൂളിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിയർ ദ കമ്പൈലർ ഡസ് നോട്ട് നീഡ് ടു ഹാവ് ദ നോളജ് ഓഫ് മൈക്രോ ആർക്കിടെക്ചർ. നമ്മുടെ ഹാർഡ്വെയറിൻ്റെ മൈക്രോ ആർക്കിടെക്ചർ, ഒരു സ്റ്റാറ്റിക് ഷെഡ്യൂളിംഗ് വരുമ്പോഴത്തേക്കിന് ആ ഹാർഡ്വെയർ ഏതാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മൈക്രോ ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കി ആ മൈക്രോ ആർക്കിടെക്ചറിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള കോഡ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സ്റ്റാറ്റിക് ഷെഡ്യൂളിങ്ങിൽ ഏത് മൈക്രോ ആർക്കിടെക്ചർ നോക്കി മൈക്രോ ആർക്കിടെക്ചറിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള കോഡ് വെച്ചിട്ടായിരുന്നു സ്റ്റാറ്റിക് ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. ഇവിടെ ഡൈനാമിക് വരുമ്പോഴത്തേക്കിന് കമ്പൈലറിന് ഈ മൈക്രോ ആർക്കിടെക്ചറിനെ പറ്റിയുള്ള നോളജ് ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു കാര്യം, റൺ ടൈം ഡിപ്പെൻഡൻസീസ്. അപ്പോൾ മൈക്രോ ആർക്കിടെക്ചറിന്റെ നോളജ് ആവശ്യം വരുന്നില്ല. രണ്ട്, റൺ ടൈം ഡിപ്പെൻഡൻസീസ് മനസ്സിലാക്കാൻ പറ്റുന്നു. റൺ ടൈം ഡിപ്പെൻഡൻസീസ് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ കോഡിനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നു. ഇനി എന്താണ് ഈ റൺ ടൈം ഡിപ്പെൻഡൻസി? സപ്പോസ് നമ്മുടെ കയ്യിൽ രണ്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ലോഡ് R1, 0 ഓഫ് R1 എന്നൊരു ഇൻസ്ട്രക്ഷൻ. സം ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം സ്റ്റോർ R8, 0 ഓഫ് R1. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഇൻസ്ട്രക്ഷനാണ് രണ്ട് അടുത്തടുത്തുള്ള രണ്ട് ഇൻസ്ട്രക്ഷൻസ്, ലോഡ് R1, 0 ഓഫ് R1, സ്റ്റോർ R8, 0 ഓഫ് R1. ഇത് നോക്കുമ്പോഴത്തേനും നമുക്കറിയാം രണ്ടും ലൊക്കേഷൻ സെയിം ആണ്, 0 ഓഫ് R1 തന്നെ. അപ്പോൾ ഈ രണ്ട് ഇൻസ്ട്രക്ഷനും ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാം. കാണുമ്പോൾ തന്നെ ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡൻ്റ് ആണ്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തത്, ഇൻ ഓർഡർ എക്സിക്യൂഷൻ ആകുമ്പോൾ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തത് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് പറയാം. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വേറൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സപ്പോസ് സ്റ്റോർ R1, 0 ഓഫ് R1 ആൻഡ് ലോഡ് R8, 4 ഓഫ് R2. ഇങ്ങനെ രണ്ട് ഇൻസ്ട്രക്ഷൻസ്. ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ ഇത് ഇവിടെ എന്തോ ചെയ്യുന്ന, അഡ്രസ്സിനെ കണ്ടുപിടിച്ചിട്ട് എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. ഈ രണ്ട് കേസിലും എഫക്റ്റീവ് അഡ്രസ് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സപ്പോസ് ഈ രണ്ട് കേസിലും എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം ലൊക്കേഷൻ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. 0 + R1 എന്ന് പറയുന്നത് മേ ബി ഈക്വൽ ടു 4 + R2 ആകാം. അത് നമുക്കറിയില്ല. അത് ഹാർഡ്വെയറിന് മാത്രം റൺ ടൈമിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റൺ ടൈം ഡിപ്പെൻഡൻസീസ് മനസ്സിലാക്കി അതിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഡൈനാമിക് ഷെഡ്യൂളിങ്ങിന് ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷൻ നടക്കും. റൺ ടൈം ഡിപ്പെൻഡൻസീസ് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രോഗ്രാമിനെ റീഅറേഞ്ച് ചെയ്ത് സ്റ്റോൾസ് കുറച്ച് റീഅറേഞ്ച് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. സിമ്പിൾ പൈപ്പ് ലൈൻ, നമ്മളിനി ഒരു സിമ്പിൾ പൈപ്പ് ലൈൻ, ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റിക് ഷെഡ്യൂളിങ്ങും ഡൈനാമിക് ഷെഡ്യൂളിങ്ങും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു. അതുപോലെ ഇനി ഞാനിപ്പോൾ ഒരു സിമ്പിൾ പൈപ്പ് ലൈൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, സിമ്പിൾ പൈപ്പ് ലൈൻ നമ്മുടെ ഒരു സാധാരണ 5 സ്റ്റേജ് MIPS പൈപ്പ് ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്താ ഓരോ ഇൻസ്ട്രക്ഷനും നോക്കുന്നു. ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിലുള്ളതൊരു മൾ ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മള്ളിലെ എക്സിക്യൂഷൻ സ്റ്റേജിൽ 7 പൈപ്പ് ലൈൻ്റെ 7 സ്റ്റേജസ് വരുന്നുണ്ട്. M1 തൊട്ട് M7 വരെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ മെം സ്റ്റേജിലോട്ട് പോകുകയുള്ളൂ. മെം സ്റ്റേജ്, ദെൻ റൈറ്റ് ബാക്ക്.
അപ്പോൾ ഈ 7 സ്റ്റേജസ് അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ നമ്മുടെ ഈ മള്ളിൽ നിന്ന് വരുന്ന ഒരു ഓപ്പറാൻഡിനെ വേണ്ട ഒരു ഇൻസ്ട്രക്ഷനാണ്. അടുത്ത ഒരു ആഡിന് ഈ മള്ളിൽ നിന്നുള്ള ഒരു ഓപ്പറേഷൻ വേണം, ഒരു ഓപ്പറാൻഡിനെ വേണം എന്നുണ്ടെങ്കിൽ ഈ 7 സ്റ്റേജസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഓപ്പറാൻഡിനെ റീഡ് ചെയ്തിട്ട് ആഡ് ഇൻസ്ട്രക്ഷന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ട് ഈ മള്ളും ആഡും ചെയ്തതിന് ശേഷം അടുത്ത ഒരു ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു ഇൻഡിപെൻഡന്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ പോലും അടുത്ത ഒരു സബ് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. സബ് ഇൻസ്ട്രക്ഷൻ ഇതിന്റെ രണ്ടിന്റെയും ഓപ്പറാൻഡിനെ വേണ്ട, പക്ഷേ എങ്കിൽ പോലും ഈ 2 ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ സ്റ്റോൾസ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ സബ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. സിമ്പിൾ പൈപ്പ് ലൈൻ, നോർമൽ സിമ്പിൾ പൈപ്പ് ലൈൻ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലുള്ള സ്റ്റോൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ വരുന്ന കേസിലുള്ള സ്റ്റോൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെഡ്യൂളിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഡൈനാമിക് ഷെഡ്യൂളിംഗ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷൻ വരും. ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷൻ വരുന്ന കേസിൽ എന്തായാലും ഇവിടെ വാർ ഹസാർഡും അതുപോലെ തന്നെ വാവ് ഹസാർഡ്സും വരാനുള്ള ചാൻസ് ഉണ്ട്. വാർ ഹസാർഡ്സും വരും, വാവ് ഹസാർഡ്സും വരും. കാരണം എന്താ, അവിടെ നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഡിപ്പെൻഡൻസി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിപ്പെൻഡൻസി വരുന്ന സമയത്ത് ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷനും കൂടെ ആയതുകൊണ്ട് വാർ ആൻഡ് വാവ് ഹസാർഡ്സ് വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, രജിസ്റ്റർ റീനെയിമിംഗ് ചെയ്യാം. രജിസ്റ്റർ റീനെയിമിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സപ്പോസ് ഇതിനൊരു എക്സാമ്പിൾ, രജിസ്റ്റർ റീനെയിം നമുക്ക് എങ്ങനെ ചെയ്യാം. ഈ രജിസ്റ്റർ റീനെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡൈനാമിക് ഷെഡ്യൂളിംഗിൽ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ആണ് റിസർവേഷൻ സ്റ്റേഷൻസ്. റിസർവേഷൻ സ്റ്റേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് രജിസ്റ്റർ, അല്ലെങ്കിൽ റിസർവേഷൻ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് രജിസ്റ്റർ റീനെയിമിംഗ് ചെയ്യുന്നത്. ഓരോ എക്സിക്യൂഷൻ യൂണിറ്റിലും നമ്മളുടെ ഡൈനാമിക് ഷെഡ്യൂളിംഗിൽ ഓരോ ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ ഓരോ നമ്മൾക്ക് നടത്താനുള്ള ഓരോ ഓപ്പറേഷനും ഒരു എക്സിക്യൂഷൻ യൂണിറ്റ് കാണും. ഈ ഓരോ എക്സിക്യൂഷൻ യൂണിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നോ അതിലധികമോ 1 or more റിസർവേഷൻ സ്റ്റേഷൻസ് ആർ അറ്റാച്ച്ഡ് വിത്ത് ദിസ് എക്സിക്യൂഷൻ യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ രജിസ്റ്റർ റീനെയിമിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് അതിനൊരു എക്സാമ്പിൾ. സപ്പോസ് നമുക്കിങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, 0 div ഓപ്പറേഷനാണ്, div d f0 f2 f4 then add d f6 f0, 8 then store f6, 0 of r1 sub f8, f10, f4 mul f6, f10, f8 ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഇവിടെ f0 ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇവിടെ ചെയ്യുന്നത് എങ്ങനെ, f2 ഡിവൈഡഡ് ബൈ f4 ചെയ്തിട്ട് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വാല്യൂ f0യിലാണ്. ഈ f0യിൽ കിട്ടുന്ന ഈ വാല്യൂ ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ എടുക്കുന്നത്. ഈ കിട്ടുന്ന വാല്യൂവിന്റെ കൂടെയാണ് 8 ആഡ് ചെയ്തിട്ട് നമ്മൾ f6ൽ സ്റ്റോർ ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിവിഷൻ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ആഡ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ. ഒരു ഡിവിഷൻ ഓപ്പറേഷന്റെ ലേറ്റൻസി എത്രയാ, 25 ആണ്. അപ്പോൾ നമ്മൾ 25 സൈക്കിൾസ് അത്രയും പൈപ്പ് ലൈൻ ലേറ്റൻസി വരുന്നുണ്ട്, അത്രയും സ്റ്റോൾസ് വരും. അത്രയും ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ ഒരു ആഡ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനി ഈ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ f6ൽ തന്നെയാണ് ഇവിടെ സ്റ്റോർ ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത്. ഇവിടെയും സെയിം f6 തന്നെ വരുന്നുണ്ട്. ദെൻ ഇവിടെ നോക്കി, ഇവിടെ സബ് ഓപ്പറേഷൻ ഉണ്ട്, മൾ ഓപ്പറേഷൻ ഉണ്ട്. സബ്ട്രാക്ട് ചെയ്തിട്ട് ഇവിടെ f10 മൈനസ് f4 ചെയ്തിട്ട് അത് നമ്മൾ f8ലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതുപോലെ ഇവിടെ വന്നിട്ട് മള്ള് വരുമ്പം f6ലോട്ട് f10ഉം f8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് f6ൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു f8 ഉണ്ട്. ഈ f8 കിട്ടിയാൽ മാത്രമേ ഇവിടെ നമുക്ക് മൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ. സബിന്റെ f8 കിട്ടിയാൽ മാത്രമേ ഇവിടെ മൾ ഓപ്പറേഷനും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ വരുമ്പോഴത്തേനും ഇവിടെ ഡിപ്പെൻഡൻസി ഈ f0 തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ട്. ഇവിടെ സ്റ്റോർ ചെയ്ത് ആഡും സ്റ്റോറും തമ്മിൽ f6 തമ്മിൽ ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. സബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ f8ഉം ഡിപ്പെൻഡൻസി ഉണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ആഡും ഈ മള്ളും തമ്മിലും ഡിപ്പെൻഡൻസി ഉണ്ട്. കാരണം എന്താ, രണ്ടിടത്തും സ്റ്റോർ ചെയ്യുന്നത് f6ലോട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഡിവ് ഓപ്പറേഷൻ 25 സൈക്കിൾസ് എടുക്കുന്നത് കൊണ്ട് 25 കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആഡ് വരുള്ളൂ. അപ്പോൾ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷൻ ആകുമ്പോഴത്തേക്കിന് എന്താ, ഇവിടെ ഈ f6 ഈ സബും മള്ളും ഒക്കെ അതിന് മുമ്പ് തന്നെ തീരും. ഈ 25 പ്ലസ് ആഡിന്റെ 4 സൈക്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ സബും മള്ളും അതിന് മുമ്പ് കംപ്ലീറ്റ് ആകും, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനൊരു ഹസാഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള, അപ്പോൾ ഇവിടെ ഒരു
നെയിം ഡിപ്പെൻഡൻസിയാണ് വന്നേക്കുന്നത്. ഇവർ തമ്മിലൊരു നെയിം ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് രജിസ്റ്റർ റീനെയിമിംഗ് ചെയ്യാം. ഈ രജിസ്റ്റർ റീനെയിമിംഗ് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് എങ്ങനെയായിരിക്കും വരുന്നത്? div d f0, f2, f4, then add s, f0, 8. ഇവിടെ ഒരു ടെമ്പററി രജിസ്റ്റർ എടുക്കുന്നു. നമ്മുടെ ഈ f6 എന്നുള്ള രജിസ്റ്റർ മാറ്റി വേറെ ഏതെങ്കിലും ഒരു fx മറ്റേതെങ്കിലും ഒരു രജിസ്റ്റർ എടുത്തിട്ട് ആ രജിസ്റ്ററിനകത്തിലോട്ട് f0യും 8ഉം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറയുന്നു. ആ സെയിം ലൊക്കേഷനിൽ തന്നെ സ്റ്റോർ ചെയ്യാനും പറയും. sd s, 0 ഓഫ് r1. ദെൻ ഈ സബും ഉള്ള, അപ്പോൾ ഇവിടെ ഒരു ഡിപ്പെൻഡൻസ് നമ്മൾ അങ്ങനെ ഒരു ടെമ്പററി രജിസ്റ്റർ വെച്ചിട്ട് റിസോൾവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സബ് ഡി t, f10, f4 ആൻഡ് മൾഡി f6, f10, t. ഇവിടെ നമ്മളിതാ രജിസ്റ്റർ റീനെയിം ചെയ്ത് മറ്റൊരു ടെമ്പററി രജിസ്റ്ററായ ടിയിലോട്ട് സബ് ചെയ്ത് അതിൻ്റെ വാല്യൂ f10ഉം f10 മൈനസ് f4 ചെയ്ത് അതൊരു ടെമ്പററി രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ആ കിട്ടിയ വാല്യൂ ഇൻറ്റു f10 ചെയ്തിട്ട് അത് നമ്മളിവിടെ f6നകത്തിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്ന ഈ f6 എന്ന് പറയുന്ന വാല്യൂ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ആയിട്ട് തന്നെ കിടക്കും. അതും നമ്മുടെ ഈ ആഡും സബിലെ ടെമ്പററി രജിസ്റ്ററുമായിട്ട് ലിങ്ക് ആവത്തില്ല. തമ്മിൽ വേറെ കൊളാബറേഷൻസ് ഒന്നും വരുന്നില്ല. അപ്പം ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് f6 എന്നുള്ള വാല്യൂ f6നകത്തിൽ ഇപ്പോൾ ഇത് തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ചെയ്തേക്കുന്നത്, ഈ ഒരു രജിസ്റ്റർ റീനെയിമിംഗ് ചെയ്യുന്നത് വന്നിട്ട് റിസർവേഷൻ സ്റ്റേഷനിൽ വന്നിട്ടായിരിക്കും. ദിസ് രജിസ്റ്റർ റീനെയിമിംഗ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിസർവേഷൻ സ്റ്റേഷൻസ്. ഇനി നമ്മുടെ ഡൈനാമിക് ഷെഡ്യൂളിംഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്കോർ ബോർഡിംഗ് ടെക്നിക്ക്. സ്കോർ ബോർഡ് ടെക്നിക്. ഈ ഒരു സ്കോർ ബോർഡ് ടെക്നിക് യൂസ് ചെയ്യുന്നത് ഏത് അപ്രോച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്? യൂസിങ് ടോമസ് ലോസ് അൽഗോരിതം. സ്കോർ ബോർഡിംഗ് ടെക്നിക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്രോച്ചാണ് ടോമസ് ലോസ് അൽഗോരിതം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സ്കോർ ബോർഡിംഗ് ടെക്നിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തിൽ വേണ്ട ഹാർഡ്വെയർസ് ഏതൊക്കെയാണ്? ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് യൂണിറ്റ് വേണം. ദെൻ ഒരു രജിസ്റ്റർ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ. ഇൻസ്ട്രക്ഷൻ ഫെച്ച് യൂണിറ്റ് ഓരോരോ ഇൻസ്ട്രക്ഷനായിട്ട് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി രജിസ്റ്റർ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ഓരോ രജിസ്റ്ററും അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി രജിസ്റ്റർ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ. ദെൻ റിസർവേഷൻ സ്റ്റേഷൻസ് വേണം. ഡിഫറെന്റ് എക്സിക്യൂഷൻ യൂണിറ്റ്സ് വേണം. ഈ ഓരോ എക്സിക്യൂഷൻ യൂണിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് റിസർവേഷൻ സ്റ്റേഷൻസ് ഉണ്ടാവും. ദെൻ ഒരു കോമൺ ഡാറ്റാ ബസ് വേണം. ഈ കോമൺ ഡാറ്റാ ബസ്സിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് ആൻസർ കിട്ടുന്ന വാല്യൂസ് കൊടുക്കുന്നത് കോമൺ ഡാറ്റാ ബസ്സിലോട്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ വേണ്ട ഹാർഡ്വെയർസ്. അപ്പോൾ ഇനി ഒരു ടോമസ് ലോസ് അപ്രോച്ചിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മുടെ കയ്യിൽ ഈ ടോമസ് ലോസ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ലോഡ് ബഫറും ഒരു സ്റ്റോർ ബഫറും കാണും. ഈ ലോഡ് ബഫറിലും സ്റ്റോർ ബഫറിലും ഡാറ്റയും കാണും, അതുപോലെ തന്നെ അഡ്രസ്സും സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഈ രണ്ട് ബഫറിലും സ്റ്റോർ ബഫർ, ഇത് സ്റ്റോർ ബഫർ, ഇത് ലോഡ് ബഫർ. Both the load buffer and store buffer contains the data and address. ഇതിൽ നിന്ന് വരുന്ന ഡാറ്റയും അഡ്രസ്സും മെമ്മറി യൂണിറ്റിലോട്ട് കൊടുക്കാം. ദെൻ നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. ഇതിലാണ് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് വയ്ക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ക്യൂ. ഇതൊരു FIFO ക്യൂ ആയിരിക്കും. ഇൻസ്ട്രക്ഷൻ ക്യൂ വരുന്നു. ഇൻസ്ട്രക്ഷൻ ക്യൂ കഴിഞ്ഞിട്ട് ഇതിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ട് അഡ്രസ് യൂണിറ്റിന് കൊടുക്കും.
ഈ അഡ്രസ് യൂണിറ്റിൽ നിന്നാണ് അഡ്രസ് എടുത്ത് സ്റ്റോർ ബഫറിലും ലോഡ് ബഫറിലും കൊടുക്കുന്നത്. അഡ്രസ് യൂണിറ്റിൽ നിന്നുള്ള അഡ്രസ് എടുത്ത് സ്റ്റോർ ബഫറിലും ലോഡ് ബഫറിലും കൊടുക്കുന്നു. ഇനി ഇവിടെ നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് രജിസ്റ്റേഴ്സ് അതിൻ്റെ ഒരു സെറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. ഫ്ലോട്ടിംഗ് പോയിന്റ് രജിസ്റ്റേഴ്സ്, ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് രജിസ്റ്റേഴ്സിൽ നിന്ന് ഇതുപോലെ തന്നെ ഓരോരോ രജിസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ഓപ്പറാൻഡ് റീഡ് ചെയ്യുന്ന സമയത്ത് ഓരോരോ രജിസ്റ്റേഴ്സ് ആയിട്ട് എടുക്കുന്നു. രജിസ്റ്റേഴ്സ് ആയിട്ട് എടുത്തിട്ട് ഇവിടെ റിസർവേഷൻ സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. ഡിഫറെൻറ്റ് റിസർവേഷൻ സ്റ്റേഷൻസ് ആണിത്. ഇതൊരു റിസർവേഷൻ സ്റ്റേഷൻ, ഇതൊരു റിസർവേഷൻ സ്റ്റേഷൻ. ഓരോന്നും ഓരോ എക്സിക്യൂഷൻ യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇപ്പോൾ സപ്പോസ് ഇതിപ്പോൾ ഒരു ആഡർ ആണെങ്കിൽ ആഡ് എന്നുള്ള എക്സിക്യൂഷൻ യൂണിറ്റ് ഇപ്പോൾ ആഡർ ആണെന്നുണ്ടെങ്കിൽ ഇത് ആഡറിൻ്റെ കറസ്പോണ്ടിങ് റിസർവേഷൻ സ്റ്റേഷൻ ആയിരിക്കും. ഇത് ലോഡിൻ്റെതാണെങ്കിൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസർവേഷൻ സ്റ്റേഷൻ ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് വരുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ്, നമ്മുടെ ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ നിന്ന് വരുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസിനെ രണ്ട് റിസർവേഷൻ സ്റ്റേഷനിലും ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് കൊടുക്കും. റിസർവേഷൻ സ്റ്റേഷനും ഇങ്ങനെ മോർ ദാൻ 1 റിസർവേഷൻ സ്റ്റേഷൻസ് കാണും. ഓരോ എക്സിക്യൂഷൻ യൂണിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് മോർ ദാൻ 1 റിസർവേഷൻ സ്റ്റേഷൻസ് കാണും. ഇതിൽ നിന്ന് വരുന്ന വാല്യൂ എടുത്തിട്ട് അതായത് നമ്മൾ ആദ്യം റിസർവേഷൻ സ്റ്റേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സ്റ്റോർ ചെയ്ത് വെക്കുന്നതെടുത്ത് എക്സിക്യൂഷൻ യൂണിറ്റ് എപ്പോഴാണോ അവൈലബിൾ ആകുന്നത് ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്നു. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇവിടെയാണ് കോമൺ ഡാറ്റാബേസ് ഉള്ളത്. ഈ കോമൺ ഡാറ്റാബേസിലോട്ടായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. കോമൺ ഡാറ്റാബേസിലോട്ട് കൊടുക്കുന്നു. ഇത് റിട്ടേൺ ബാക്ക് ടു ദിസ് ഫ്ലോട്ടിംഗ് പോയിന്റ് രജിസ്റ്റർ. ഇവിടെ ഈ മെമ്മറി യൂണിറ്റിൽ നിന്നുള്ള വാല്യൂം കോമൺ ഡാറ്റാബേസിലോട്ട് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ, ഹാർഡ്വെയർ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും വരുന്നത്.